പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ പബ്ലിക് ഫീഡ്ബാക്ക് നമ്പർ നൽകി തുടങ്ങിയിരിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, ഇപ്പം ജനങ്ങൾക്കിനി പരാതി ഉണ്ടെങ്കിൽ, പോലീസിനെ പറ്റി ഉണ്ടെങ്കിൽ അങ്ങയോട് നേരിട്ട് തന്നെ ഈ നമ്പർ മുഖേന ബോധ്യപ്പെടുത്താവുന്നതാണ് അല്ലേ? അതെ, ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വരുന്നവർക്ക് എന്തെങ്കിലും ആ സർവീസിനെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, റിസിപ്റ്റ് കിട്ടിയില്ല, നടപടിയായിട്ടില്ലെങ്കിൽ അവർ ഈ QR കോഡ് സംവിധാനം ഉപയോഗിച്ച് അതർവൈസ് ഇവിടെ നമ്മൾ പ്രദർശിച്ച നമ്പർ ഉപയോഗിച്ച് പരാതി കൊടുക്കാൻ പറ്റതാണ്. ഇത് നേരത്തെ കേരള പോലീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റമാണ്, ഓൺലൈൻ സിസ്റ്റം. അപ്പോൾ കുറച്ചും കൂടി ജനങ്ങൾ ഇത് ഉപയോഗിച്ചെങ്കിൽ അവർക്ക് ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റതാണ്. ഈ നമ്പർ ജനങ്ങൾ സാറിന് നേരിട്ടാണോ എൻ്റെ പരാതി ലഭിക്കുന്നത്? അതെ, ഈ നമ്പർ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ഉള്ള നമ്പറാണ്, എൻ്റെ പെറ്റീഷൻസിലുള്ള നമ്പറാണ്. അപ്പോൾ അതിലൂടെ വാട്സപ്പായിട്ടോ അല്ലെ SMS ആയിട്ടോ അല്ലെ വിളിച്ചോ പറയാം. അപ്പോൾ ഇവിടെ ഉള്ള പരാതികൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റതാണ്. സാറിൽ നിൽക്കുന്നൊരു കൗതുകമുണ്ട്. സബ് ഇൻസ്പെക്ടർ റാങ്ക് മുതൽ DYSP, അഡീഷണൽ SP സാറ് വരെ, അതായത് അവിടെ മുതലുള്ള പരാതികൾ വേണമെങ്കിൽ സാറിലേക്ക് നേരിട്ട് വരില്ലേ? അതെ, നമ്മൾ ഇത് എല്ലാ 23 സ്റ്റേഷനിലും, ജില്ലയിലുള്ള സ്റ്റേഷനിലും വച്ചിട്ടുണ്ട്. പബ്ലിക് വിസിബിളായിട്ട് കാണുന്ന സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഉള്ള എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. QR കോഡുമായിട്ട് ബന്ധപ്പെട്ട് അതെ, QR കോഡ് നമുക്ക് ഇത് ആൾറെഡി ഉള്ളതാണ്. അപ്പോൾ ഈ തുണ പോർട്ടലുണ്ട്. ഈ തുണ പോർട്ടലിൽ നിങ്ങൾ പോയെങ്കിൽ ഈ QR കോഡ് ഉണ്ടാകും. അപ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് പരാതിയോ അതിൽ നിങ്ങൾ കൊടുത്തെങ്കിൽ നമുക്ക് നേരിട്ട് എൻ്റെ ലാഗിനിൽ കിട്ടും. ഇത് ആളുകൾക്ക് സംശയം തോന്നാൻ സാധ്യതയുണ്ട്. അതായത് പോലീസിൽ പരാതിപ്പെടുന്നു, ആ പരാതി ശരിയാവണ്ണം പോലീസ് അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ SP-യിലേക്ക് ആ പരാതി ഫീഡ്ബാക്ക് നമ്പർ വഴി നൽകിയാൽ ഏതെങ്കിലും തരത്തിൽ പരാതിക്കാരൻ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടാൻ സാധ്യതയുണ്ടോ എന്നോ? പരാതിക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് ജസ്റ്റ് കറക്റ്റ് മെക്കാനിസമാണ്. അപ്പോൾ എവിടെയെങ്കിലും റെസിപ്റ്റ് കൊടുക്കുന്നില്ല, ഇല്ല എവിടെയെങ്കിലും ശരിയായിട്ട് പെറ്റീഷൻ അന്വേഷിക്കുന്നത് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇല്ല എവിടെയെങ്കിലും കാലതാമസം ഉണ്ട്, അപ്പോൾ ആ സർവീസുകൾ നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സംവിധാനമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാകത്തില്ല. എന്തായാലും സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മികവോടെ പോലീസിൻ്റെ പ്രവർത്തനം നയിക്കാനാണ് SP ശ്രമിക്കുന്നത്. ഈ ഫീഡ്ബാക്ക് നമ്പർ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ പരാതികൾ മേലുദ്യോഗസ്ഥരിലേക്ക് ഡയറക്റ്റ് എത്തിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തിനാണ് പത്തനംതിട്ടയിൽ നൽകുന്നത്. പോലീസിൻ്റെ മുഖം കൂടുതൽ ജനകീയമാകുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.